السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ പരീക്ഷണം എന്ന് ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കളും മുന്നറിയിപ്പ് നൽകിയ മഹാവ്യാജവാദിയും ഏറ്റവും വലിയ കള്ളത്തരങ്ങളുടെ വക്താവുമായ മസീഹുദ് ദജ്ജാൽ, ആ ദജ്ജാലിന്റെ ചില പ്രത്യേകമായ ശരീര പ്രകൃതങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ശ്രവിച്ചത്. അന്ത്യനാളിന്റെ മുന്നോടിയായി സംഭവിക്കാനിരിക്കുന്ന ഈ മാരകമായ വിപത്ത്, ആ ഫിത്ന എത്രത്തോളം മനുഷ്യരെ ബാധിക്കും എന്നതിന് അവനിലൂടെ പ്രകടമായേക്കുന്ന അത്ഭുതകരങ്ങളായ ചില പ്രകടനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തന്നത് നാം ഏവരും ഗ്രഹിച്ചിരിക്കേണ്ടതുണ്ട്. അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ഈമാനിന്റെ ദാർഢ്യത പരിശോധിക്കപ്പെടുമാറ് വലിയ പരീക്ഷണത്തിലായിരിക്കും അന്നുള്ള ആളുകൾ അകപ്പെടുക. യഥാർത്ഥ മുഅ്മിനുകൾ അന്നും പിടിച്ചു നിൽക്കും. അവരുടെ ഈമാനിന്റെ ദാർഢ്യത കൊണ്ട് അവർ അവനെതിരിൽ പൊരുതുമെന്ന് ഹദീസുകളിൽ കാണുകയാണ്. അതേ അവസരത്തിൽ അത്ഭുത പ്രകടനങ്ങൾ കാണുമ്പോൾ പിന്നാലെ കൂടുന്ന ജനങ്ങൾ അന്നും അവന്റെ അത്ഭുതങ്ങളുടെ പിന്നാലെ കൂടുകയും അവൻ തന്നെയാണ് ദൈവം, അവൻ തന്നെയാണ് റബ്ബെന്നിടത്തോളം കാര്യങ്ങളിൽ അവർ എത്തിപ്പെടുകയും ചെയ്യുന്ന ഏറ്റവും മാരകമായ ദുരന്തമാണ് വരാനിരിക്കുന്നതെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു, ദജ്ജാൽ പുറപ്പെടുന്ന സാഹചര്യം ലോകത്ത് ഏറ്റവും വലിയ ക്ഷാമമുണ്ടാകുന്ന ഒരു 3 വർഷം, ആ ക്ഷാമം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് പരീക്ഷണം എന്ന നിലക്ക് തന്നെ ഇവനിലൂടെ ഉണ്ടാകുന്ന ഒട്ടേറെ പ്രകടനങ്ങൾ, അവന്റേതായ ചില വിദ്യകൾ അവൻ പ്രദർശിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയഅതി അലൽ ഖൗമ, ദജ്ജാൽ വരും, ഒരു ജനതയുടെ സമീപത്തേക്ക് അവൻ വരും. എന്നിട്ടവൻ അവരെ ക്ഷണിക്കും, ഇതാ എന്നിൽ വിശ്വസിക്കൂ, ഞാൻ പറയുന്നത് അംഗീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ദജ്ജാൽ ചില ജനങ്ങളെ സമീപിക്കുമ്പോൾ ഫയുഅ്മിനൂന ബിഹി, ആ ജനങ്ങൾ അവനിൽ വിശ്വസിക്കും. ധാരാളം ആളുകൾ അവനിൽ വിശ്വസിക്കും. വയസ്തജീബൂന ലഹു, അവൻ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് അവന്റേതായ ക്ഷണത്തിന് അവർ ഉത്തരം നൽകും.
അങ്ങനെ അവനതാ വാനലോകത്തോട് ആകാശത്തോട് മഴ പെയ്യാൻ കൽപ്പിക്കുമ്പോൾ മഴ പെയ്യും. ജനങ്ങൾക്ക് അനുഭവപ്പെടും, മഴ പെയ്യുന്നതായിട്ട് തോന്നുകയാണ്. വല്ലർള ഭൂമിയോടവൻ കൽപ്പിക്കുമ്പോൾ അത് മുളപ്പിക്കുന്നത് കാണുകയാണ്. ഫതറൂഹു അലൈഹിം സാരിഹത്തുഹും, അക്കാലഘട്ടത്തിലതാ അവരുടെ നാൽക്കാലികൾ, അവരുടെ മേയാൻ വിടുന്ന മൃഗങ്ങൾ വൈകുന്നേര സമയത്ത് മടങ്ങി വരുന്നത് പാല് നിറഞ്ഞ അകിടുകളുമായിട്ടാണ്. വിശാലമായി നല്ല പാല് നിറഞ്ഞ അകിടുകളുള്ള മൃഗങ്ങളായിട്ടാ വരുന്നത്. അവയുടെ ഊരകളും എടുപ്പുകളുമൊക്കെ വളരെ നീണ്ട നിലക്ക് തടിച്ചു കൊഴുത്ത് പുഷ്ടിയായ രൂപത്തിൽ അവരുടെ മേയാൻ വിട്ട മൃഗങ്ങളൊക്കെ തിരിച്ചു വരികയാണ്. ഇവന്റെ ആശ്രയങ്ങൾക്ക്, ഇവന്റെ പ്രത്യേകമായ കൽപ്പനകൾക്ക്, ഇവന്റെ പ്രത്യേകമായ താൽപര്യങ്ങൾക്ക് വിധേയരായിട്ടുള്ള ആളുകൾക്ക് അവൻ ഒരുപാട് പ്രത്യേകമായ സൗകര്യങ്ങൾ കൊടുക്കുകയാണ്. അതേ അവസരത്തിൽ പിന്നെ ഒരു ജനതയെ അവൻ സമീപിക്കുന്നു. ഫയദുഉഹും, അവരെയും അവൻ അവന്റെ വാദത്തിലേക്ക് ക്ഷണിക്കുന്നു. ഫയറുദ്ദൂന അലൈഹി ഖൗലഹു, ആ സത്യവിശ്വാസികളായ ആളുകൾ എന്ത് ചെയ്യുന്നു? ഇവന്റെ വാദത്തെ ഖണ്ഡിക്കുന്നു, ഇവന്റെ വാദത്തിന് മറുപടി പറയുന്നു, ഇവന്റെ സർവ്വവാദങ്ങളെയും അവർ തള്ളിക്കളയുന്നു. ഫയൻസരിഫു അൻഹും ഫയുസ്ബിഹൂന മുംഹിലീൻ, ആ പ്രദേശം വിട്ടവൻ തിരിഞ്ഞു കളയുമ്പോൾ അവിടെയുള്ള ആളുകൾക്കൊക്കെ ക്ഷാമമാണ്. ലൈസ ബിഐദീഹിം ശൈഉം മിൻ അംവാലിഹിം, അവരുടെ കൈകളിലതാ സമ്പത്തൊന്നുമില്ലാതെയാകുന്നു. ഈ വ്യാജവാദിയെ അംഗീകരിച്ചവൻ അവൻ വാരിക്കോരി കൊടുക്കുന്നു. ഇവന്റെ വാദം പൊള്ളയാണ്, ഇവൻ കള്ളനാണെന്ന് പറയുന്നവർക്ക് അതാ പല പ്രയാസങ്ങളും നേരിടുകയാണ്. ഇതും പ്രിയപ്പെട്ടവരെ ലോകത്ത് കാണാൻ പോകുന്ന ഒരു പരീക്ഷണമാണ്. സത്യത്തിന്റെ വിശ്വാസികൾക്ക് അവരുടെ സത്യവിശ്വാസത്തിന്റെ ദൃഢത പരിശോധിക്കാൻ റബ്ബുൽ ആലമീൻ ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ്. അതാ ഈ ദജ്ജാലിന്റെ കള്ളത്തരങ്ങൾ വിമർശിക്കുന്നവർക്ക് പട്ടിണിയും പ്രയാസവും, അതേ അവസരത്തിൽ അവനെ അനുകൂലിക്കുന്ന ആളുകൾക്കതാ നിറയെ അവരുടെ കൈകളിൽ പണവും സമ്പത്തും കൈവരികയാണ്. അതൊരു പരീക്ഷണമാണ്. വയമുറു ബിൽ ഖരിബ, അതാ ഒരു തരിശ് ഭൂമിയോട് അവൻ കൽപ്പിക്കുന്നതാണ്. ഫയഖൂലു ലഹാ അഖ്രിജി കുനൂസകി ഫതത്ബഉഹു കുനൂസുഹാ കയആസി ബിന്നഹൽ, അതാ റാണീച്ചയുടെ പിന്നാലെ തേനീച്ചകൾ പിന്നാലെ പോകുമ്പോലെ ഇവൻ പറയും, ഭൂമിയോട് പറയും, ഭൂമിയിലുള്ള നിധികളെ പുറത്തെടുക്കാൻ. അപ്പോഴതാ ഭൂമിയിൽ നിന്നുള്ള നിധികൾ അവന്റെ പിന്നാലെ വരുന്നു. എല്ലാം കാണികൾക്ക് അങ്ങനെ തന്നെ തോന്നുകയാണ്. ഏറ്റവും വലിയ മാസ്മരികമായ വിദ്യകളും അതുപോലെയുള്ള വ്യാജമായ പ്രകടനങ്ങളും ഒട്ടേറെ കാര്യങ്ങൾ ഇങ്ങനെ കാണുമ്പോ മനുഷ്യന് തോന്നിപ്പോവുകയാണ്. വിവരമില്ലാത്ത, ഈമാനില്ലാത്തവർ അതിൽ കുടുങ്ങിപ്പോവുകയാണ്. ഓ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ പോലും വലിയ വലിയ മജീഷ്യന്മാര് പലതും കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈമാനുള്ള കക്ഷികളുടെ ഹൃദയം പോലും പലപ്പോഴും പിടക്കുകയാണ്. അവര് പലതും പല രൂപത്തിലും കാണിക്കുകയാണ്. അതാ പെൺകുട്ടിയെ രണ്ട് ചീർപ്പായി മുറിക്കുന്നത് കാണുന്നു, ഉള്ളതിനെ ഇല്ല എന്ന് തോന്നിപ്പിക്കുന്നു. അതാ രാജ്യത്തതാ വലിയ വലിയ പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് വലിയ മജീഷ്യന്മാരും അതുപോലെ തന്നെ ജാലവിദ്യക്കാരുടെയും പ്രകടനങ്ങളിൽ പോലും മനുഷ്യന്മാര് പെട്ട് വഞ്ചിതനാകുമ്പോൾ ഇതിന്റെയൊക്കെ ലക്ഷക്കണക്കിന് മടങ്ങുള്ള വലിയ വിദ്യകളുമായിട്ട് രംഗത്ത് വരുന്ന ഈ ദജ്ജാലിന്റെ ഫിത്ന അക്കാലഘട്ടത്തിലെ ഈമാനില്ലാത്ത മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആയിരിക്കും. നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ഇതാണല്ലോ ദിവസവും 5 നേരം നമ്മൾ അല്ലാഹുവോട് ചോദിക്കുകയാണ്, വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷിക്കണേ റബ്ബേ. അത്ര മാരകമാണ്. എന്താണതെന്ന് നമുക്ക് പോലും മനസ്സിലാക്കാൻ സാധ്യമല്ലാത്തത്ര കടുത്ത പരീക്ഷണമാണെന്നുണ്ടാകുന്നത്. ഏറ്റവും ക്ഷാമം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു കാലഘട്ടത്തിൽ ഇവന്റെ പിന്നാലെ കൂടിയാൽ പണവും ഭക്ഷണവും ഒക്കെ കിട്ടുമെന്ന് കാണുമ്പോ ദുർബലരായ ജനങ്ങൾ ഇവന്റെ പിന്നാലെ കൂടുമ്പോ അന്നും മുഅ്മിനുകൾ ഉറച്ചു നിന്നുകൊണ്ട് പോരാടുന്നു. അവർക്കത് പരീക്ഷണം തന്നെ.
ഇനി നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലാ ഉഹദ്ദിസുകും ഹദീസൻ അനിദ് ദജ്ജാലി മാ ഹദ്ദസ ബിഹി നബിയ്യുൻ ഖൗമഹു ഇന്നഹു അഅ്വർ വ ഇന്നഹു യജീഉ ബിമിസാലിൽ ജന്നതി വന്നാരി ഫല്ലതി യഖൂലു ഇന്നഹൽ ജന്നതു ഹിയൻ നാർ വ ഇന്നി ഉൻദിറുകും ബിഹി കമാ അൻദറ ബിഹി നൂഹ് അലൈഹിസ്സലാം ഖൗമഹു. ഞാനിതാ നിങ്ങൾക്ക് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? ഒരു നബിയും തന്റെ ജനതയോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എന്നിട്ടതാ വളരെ കൃത്യമായി തന്നെ പറയുന്നു, ഇന്നഹു അഅ്വർ, ഇന്നഹു അഅ്വർ, അവൻ ഒറ്റക്കണ്ണനാണ്. വഇന്നഹു യജീഉ, പിന്നെ ചില കാര്യങ്ങൾ പറയുന്നു, വഇന്നഹു യജീഉ ബിമിസാലിൽ ജന്നതി വന്നാരി, സ്വർഗമാണ് നരകമാണിത് എന്ന് പറഞ്ഞുകൊണ്ടവൻ ചില രൂപങ്ങളുമായിട്ട് രംഗത്ത് വരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവൻ സ്വർഗമാണെന്ന് പറയുന്നത് നരകമായിരിക്കും, അവൻ നരകമാണെന്ന് പറയുന്നത് നല്ല വെള്ളമായിരിക്കും, സ്വർഗമായിരിക്കും. ഇതാ ഞാൻ നിങ്ങളോടതിനെ സംബന്ധിച്ച് വളരെ ശക്തമായി താക്കീത് നടത്തുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇന്നമഅ ദജ്ജാലി ഇദാ ഖറജ മാഅൻ വനാറാ, ദജ്ജാൽ പുറപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ കൂടെ വെള്ളവും നദി, വെള്ളവും അതുപോലെ തന്നെ തീയുമുണ്ട്. ഫഅമ്മല്ലദീ യറന്നാസു അന്നഹു നാറുൻ, തീയാണെന്ന് ആളുകൾക്ക് തോന്നുന്നത്, ഫമാഉൻ ബാരിദുൻ, അത് നല്ല തണുത്ത വെള്ളമായിരിക്കും. വഅമ്മല്ലദീ യറന്നാസു അന്നഹു മാഉൻ, വെള്ളമാണെന്ന് ജനങ്ങൾക്ക് തോന്നുന്നത്, ഫനാറുൻ തുഹരിഖു, അത് കരിച്ചു കളയുന്ന തീയാണ്. ഫമൻ അദ്റക ദാലിക മിൻകും ഫൽയഖൽ ഫില്ലദീ യറാ അന്നഹു നാർ ഫഇന്നഹു മാഉൻ അദ്ബുൻ ബാരിദുൻ. നിങ്ങൾക്ക് ആ കാലഘട്ടം വന്നെത്തിക്കഴിഞ്ഞാൽ വെള്ളമാണെന്ന് തോന്നുന്നതിലേക്ക് പ്രവേശിക്കണ്ട, തീയാണെന്ന് തോന്നുന്നതിലേക്ക് പ്രവേശിച്ചോളൂ, അത് തണുത്ത ജലം തന്നെ. നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? മറ്റൊരു റിപ്പോർട്ട് കൂടി വായിച്ച് കേൾപ്പിക്കാം. ലഅന അഅലമു ബിമാ മഅ ദജ്ജാലി മിൻഹു, ദജ്ജാലിന്റെ കൂടെ എന്താണ് ഉണ്ടായിരിക്കുക എന്ന് അവനേക്കാൾ ഞാനാണ് അറിയുന്നവൻ എന്ന് നബി തങ്ങൾ പറയുകയാണ്. മഅഹു നഹ്റാനി യജ്രിയാനി, അവന്റെ കൂടെ ഒലിക്കുന്ന രണ്ട് നദികളുണ്ടാകും. എങ്ങനെയെന്ന് നമുക്കറിയൂല. എങ്ങനെയായിരിക്കും അതവൻ തോന്നിപ്പിക്കുകയാണോ ഏത് രൂപത്തിലാണോ നമുക്കറിയില്ല. അഹദുഹുമാ, അതിലൊന്ന് റഅയല്ലൈനി, അതാ കണ്ണുകൊണ്ട് നോക്കുന്നവന് തോന്നുകയാണ്, മാഉൻ നബിയൽ, നല്ല വെളുത്ത വെള്ളമാണ്. വല്ലാഹറു റഅയല്ലൈനി നാറുൻ തഅജ്ജജു, രണ്ടാമത്തതെന്താണ്, കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കത്തിജ്വലിക്കുന്ന തീയായിട്ടാണ് തോന്നുന്നത്. ഫഇമ്മാദറകന അഹദുൻ, നിങ്ങളിൽ ഒരാൾക്ക് അത് വന്നെത്തിക്കഴിഞ്ഞാൽ ഫൽയഅതി നഹ്റല്ലദീ യറാഹു നാറാ, തീയായിട്ടവന് തോന്നുന്നതിലേക്ക് അവൻ ചെല്ലട്ടെ. വൽയുഗമ്മിദ്, അവൻ കണ്ണങ്ങ് ചിമ്മിയിട്ട്, സുമ്മൽ യുതഅതി റഅസഹു, തല താഴ്ത്തിയിട്ട് അതിൽ നിന്ന് കുടിച്ചോട്ടെ. ഫഇന്നഹു മാഉൻ ബാരിദുൻ, അത് തണുത്ത ജലമായിരിക്കും. നോക്കൂ നിങ്ങൾ, ഇവിടെ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? അവന്റെ കാലഘട്ടത്തിൽ അവനിലൂടെ പ്രകടമാകുന്ന കുറെ അത്ഭുതങ്ങൾ, അത് ജനങ്ങൾക്ക് തോന്നുകയാണ് ഇങ്ങനെയാണ്. എങ്ങനെയാണ് ഇപ്പാ തോന്നലെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമുക്കറിയില്ലേ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഇന്നതാ മജീഷ്യന്മാര് പലതും കാണിക്കുമ്പോ വാസ്തവത്തിൽ അങ്ങനെയില്ലല്ലോ, നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുകയാണ്, അങ്ങനെ സംഭവിക്കുകയാണ്. അതാ ഉള്ളതിനെ ഇല്ലാതെയാക്കി, അതാ ഇല്ലാത്ത ഒന്ന് കൊണ്ടുവന്നു എന്നൊക്കെ തോന്നിപ്പിക്കുമാറ് വലിയ പരീക്ഷണമാണ് ആ കാലഘട്ടത്തിൽ അവനിലൂടെ ഉണ്ടാകുന്നത്. അത്രത്തോളം വലിയ പരീക്ഷണം ഉണ്ടാകുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അതാ ഈ അത്ഭുതം കാണുമ്പോൾ പിന്നാലെ കൂടുന്ന കൗം ഏത് കാലത്തുമില്ലേ. അത്ഭുതം കണ്ടാൽ മതി അവർക്ക്, അവര് പിന്നാലെ കൂടും. അത്ഭുതം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഏതിനും പിന്നാലെ കൂടുന്ന കൗമുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം ആള് സാലിഹാണോ അല്ലേ എന്നൊന്നും നോക്കേണ്ടതില്ല, അത്ഭുതം കണ്ടാൽ മതി. അങ്ങനെ അത്ഭുതം കാണുമ്പോൾ ആ അത്ഭുതം കാണിക്കുന്നവരുടെ പിന്നാലെ പോകുന്ന ആളുകളെ ഇന്നും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അതാ ദജ്ജാൽ വരുമ്പോഴും ദജ്ജാലിന്റെ പിന്നാലെ കൂടുന്നത് അധികവും പെണ്ണുങ്ങളായിരിക്കും. കാരണം ഇന്നും അതാ പലരും അതാ അത്ഭുതങ്ങൾ കാണിച്ച് മാസ്മരിക വിദ്യകളും ചെപ്പടി വിദ്യകളും കാണിച്ചുകൊണ്ട് അതാ ഔലിയാക്കന്മാരാണ്, കണ്ണന്മാരാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ രംഗത്ത് വരുന്ന വ്യാജന്മാർ,
അവരുടെ അനുയായികളാകാൻ കിട്ടുന്നത് പലപ്പോഴും നാട്ടിൻപുറത്തുകാരികളായ പെണ്ണുങ്ങളെയാണ്, അതുപോലെ തന്നെ ഈമാനില്ലാത്ത ആളുകളെയാണ്. അത്ഭുതം കാണുമ്പോൾ, അത്ഭുതത്തിന്റെ പിറകെ കൂടാൻ ആളുണ്ടാകുമ്പോൾ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കാൻ പടച്ചറപ്പിന്റെ പ്രത്യേകമായ ഒരു പരീക്ഷണം എന്ന നിലക്ക് സംഭവിക്കാൻ പോകുന്ന ദജ്ജാലിന്റെ ഫിത്നകളിൽ അകപ്പെടുന്നവർ ധാരാളക്കണക്കിനായിരിക്കുമ്പോഴും മുഅ്മിനത അവന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നു. ഈ രൂപത്തിലൊക്കെയുള്ള അത്ഭുതങ്ങൾ കാണിക്കാൻ അവൻ രംഗത്ത് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വമാ ഇസ്റാഉഹു ഫിൽ അർളി, ഭൂമിയിൽ അവന്റെ വേഗത എത്രയായിരിക്കും? എത്രയായിരിക്കും ഭൂമിയിലെ അവന്റെ സഞ്ചാര വേഗത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതാ അവൻ അവന്റെ കുഫറിലേക്ക്, അവന്റെ വലാലത്തിലേക്ക്, അവന്റെ ശിർക്കിലേക്കും വഴികേടിലേക്കുമൊക്കെ ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് അവൻ സഞ്ചരിക്കുന്ന സഞ്ചാര വേഗത കാറ്റിന്റെ വേഗതയിലാണ്. കാറ്റ് പിന്നാലെ കൊണ്ടുപോകുന്ന മഴക്കെത്ര വേഗതയുണ്ടോ അത്രത്തോളം വേഗതയിൽ അവൻ ലോകം മുഴുക്കയും സഞ്ചരിക്കുന്നു. ആ നിലക്കുള്ള ഒരു പ്രത്യേകമായ സ്പീഡിലും ആ രൂപത്തിലുള്ള സഞ്ചാര വേഗതയുമായിരിക്കും ഒരു പരീക്ഷണം എന്ന നിലക്ക് ദജ്ജാലിന് നൽകപ്പെടുന്നത്. ഇനിയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതഹു ദജ്ജാലു ഇല്ലാ മക്കത വൽ മദീന. മക്ക മദീന ഒഴികെയുള്ള ഒരു പ്രദേശത്തും ദജ്ജാൽ കാലുകുത്താതെ ഒഴിവാക്കില്ല. മക്കയിലേക്ക് അവന് പ്രവേശനമില്ല, മദീനയിലേക്ക് അവന് പ്രവേശനമില്ല. വേറെ ചില റിപ്പോർട്ടുകളിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അവന് പ്രവേശനമില്ല, തൂർ പള്ളിയിലേക്ക് അവന് പ്രവേശനമില്ല. മറ്റെല്ലാ ഇടങ്ങളിലും അവന്റെ കാലുകുത്തുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തരുന്നു. അത്രത്തോളം അവൻ ശക്തമായി രാജ്യമുടനീളം അവന്റേതായ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഫിത്നയായിരിക്കും അന്നുണ്ടാവുക എന്നാണ്. അവന്റെ ഫിത്നയിൽ പെട്ടുപോയിട്ട് പലരും വിശ്വസിക്കും അവൻ റബ്ബാണെന്ന്. പലരും വിശ്വസിക്കും ഇവൻ തന്നെയാ ദൈവം, ഇവൻ തന്നെയാണ് ദൈവം. ഈ മഹാവ്യാജവാദിയായ ദജ്ജാൽ, ഇവന്റെ പിന്നാലെ കൂടാനും ഇവന്റെ കാര്യങ്ങളിൽ വിശ്വസിക്കാനും ആളുണ്ടാകും. അതാ നോക്കൂ നിങ്ങളൊരു സംഭവം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണെന്ന് സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം, വഇന്ന മിൻ ഫിത്നതിഹി, അവന്റെ ഫിത്നയിൽപ്പെട്ടതാണ്, ദജ്ജാൽ മുഖേന ലോകത്തുണ്ടാകുന്ന ഒരു ഫിത്നയിൽപ്പെട്ടതാണ്, ഒരു വലിയ പരീക്ഷണത്തിൽപ്പെട്ടതാണ്. അൻ യഖൂല ലിൽ അഅറാബി, ഒരു ഗ്രാമീണനായ മനുഷ്യനോട് അന്നവൻ പറയും. എന്താണ് ദജ്ജാൽ എന്ന് ഈ ഗ്രാമീണനായ മനുഷ്യനോട് പറയുക? അറഅയ്ത, നിന്റെ അഭിപ്രായം എന്താണ്? ഇൻ ബഅസ്തു ലക അബാക വ ഉമ്മക അതശ്ഹദു അന്നീ റബ്ബുക, ഞാൻ നിന്റെ മരിച്ചുപോയ ഉപ്പയെയും നിന്റെ മരിച്ചുപോയ ഉമ്മയെയും ഞാനങ്ങ് പുനരുജ്ജീവിപ്പിച്ച് കാണിച്ചു തന്നാൽ, അതശ്ഹദു അന്നീ റബ്ബുക, ഞാൻ നിന്റെ റബ്ബാണെന്ന് നീ അംഗീകരിക്കുമോ? ഞാൻ നിന്റെ റബ്ബാണെന്ന് നീ വിശ്വസിക്കുമോ? ഫയഖൂലു, അപ്പോൾ ഈ വിശ്വാസ ദുർബലനായ മനുഷ്യൻ പറയും, ഞാൻ വിശ്വസിക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഫയതമസ്സലു ലഹു ശൈത്താനാനി ഫീ സൂറത്തി അബീഹി വ ഉമ്മിഹി. ആ അവസരത്തിലതാ ഈ മനുഷ്യന് തോന്നുകയാണ് അവന്റെ ബാപ്പയുടെ രൂപത്തിൽ, അവന്റെ ഉമ്മയുടെ രൂപത്തിലതാ രണ്ടാളവന്റെ മുമ്പിലങ്ങ് വന്ന് നിൽക്കുകയാണ്. വാസ്തവത്തിൽ അത് ശൈത്താനാണ്. ശൈത്താൻ ഉമ്മയുടെ രൂപം പൂണ്ടതാണ്, ശൈത്താൻ ഉപ്പയുടെ രൂപം പൂണ്ടതാണ്. അതാ ഈ ദജ്ജാൽ ശൈത്താനെ ഉപയോഗപ്പെടുത്തിയിട്ട്, ഈ ദജ്ജാൽ പിശാചിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ഉമ്മയുടെ കോലത്തിൽ വന്നു, ഉപ്പയുടെ കോലത്തിൽ വന്നിരിക്കുകയാണ്. ഫയഖൂലാനി, എന്നിട്ട് ഈ രണ്ട് പിശാചുക്കളും വന്നുകൊണ്ട് ഈ മനുഷ്യനോട് പറയുന്നു, യാ ബുനയ്യ ഇത്തബിഉഹു ഫഇന്നഹു റബ്ബുക, കുഞ്ഞുമോനെ ഈ ദേഹത്തെ പിന്തുടർന്നോളൂ, ഫഇന്നഹു റബ്ബുക, അദ്ദേഹം നിന്റെ റബ്ബ് തന്നെയാണ്. മനുഷ്യനുണ്ടാകുന്ന ഒരു ഫിത്നയാണത്. ഒരു ഫിത്ന, ആ നിലക്കുള്ള ഒരു ഫിത്ന അന്നുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നോക്കൂ, അതേ അവസരത്തിൽ ഇവൻ എന്ത് തന്നെ കാണിച്ചാലും അതിൽ കുടുങ്ങിപ്പോകാത്തവര് മുഅ്മിനുകളാണ്. കാരണം
മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ചിട്ടുണ്ട്. ദജ്ജാൽ ആരാണെന്ന് അവർക്കറിയാം. അവൻ എന്ത് ചെയ്താലും അവൻ റബ്ബാവില്ലെന്ന് മുഅ്മിനിനറിയാം. അവന്റെ രൂപം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അവന്റെ വേഷം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അവന്റെ കണ്ണുകൾക്കിടയിൽ എഴുതപ്പെട്ടത് വരെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവൻ ഭക്ഷണം കഴിക്കുന്നവനാണ്, അവൻ വെള്ളം കുടിക്കുന്നവനാണ്, അവന്റെ കണ്ണിന്റെ വൈകല്യം പോലും മാറ്റാൻ കഴിവില്ലാത്തവനാണ്. ആ രൂപത്തിൽ ഒട്ടേറെ ന്യൂനതകൾ ശാരീരികമായും അതുപോലെ തന്നെ ഒരുപാട് രൂപത്തിലുള്ള വൈകല്യങ്ങൾ അവന്റെ കൈകാലുകളിൽ പോലും പ്രകടമാകുന്ന നിലക്ക് അതാ കുറിയവനായ, അതേ അവസരത്തിൽ ജസീം തടിച്ചു കൊഴുത്ത ഉരുണ്ടവനായ ഈ രൂപത്തിലുള്ള ഈ വൈകല്യബാധിതനായ ഈ മനുഷ്യൻ ഇവൻ റബ്ബാണെന്ന് വാദിച്ചുകൊണ്ട് എന്ത് അത്ഭുതം ലോകത്ത് കാണിച്ചാലും ഈമാനുള്ളവൻ പതറൂല. അവന്റെ വിശ്വാസം വർദ്ധിക്കുകയല്ലാതെ ദജ്ജാലിന്റെ അത്ഭുതങ്ങൾ കാണുമ്പോ മുഅ്മിനിന്റെ ഈമാൻ വർദ്ധിക്കുകയല്ലാതെ ഒരിക്കലും അതിന് തളർച്ച വരൂല. നബിതങ്ങൾ അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു സംഭവം അതാ നടക്കാൻ പോകുന്ന സംഭവം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദജ്ജാൽ അതാ വരികയാണ്. അവൻ വരുമ്പോൾ അവന് മക്ക മദീനയിൽ പ്രവേശനമില്ലല്ലോ. അതാ അവസരത്തിൽ അവൻ മദീനയുടെ അതാ സമീപത്തേക്ക് എത്തുമ്പോ ഫയഖ്റുജു ഇലൈഹി യൗമൈദിൻ റജുലുൻ ഹുവ ഖൈറുൻ നാസി ഔ മിൻ ഖൈരിൻ നാസ്. അതാ മദീനയിൽ നിന്ന് ഒരു നല്ലവനായ മനുഷ്യൻ, അക്കാലഘട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യനായിരിക്കും അദ്ദേഹം. അയാളതാ ഈ ദജ്ജാലിനെ കൊള്ള അങ്ങോട്ട് പുറപ്പെട്ട് ചെന്നിട്ട് ഫയഖൂലു എന്നിട്ട് പറയും, അഷ്ഹദു അന്നക ദജ്ജാൽ അല്ലദീ ഹദ്ദസനാ അൻക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസഹു. കണ്ടോ, ധൈര്യസമേതം ഈ മുഅ്മിനായ മനുഷ്യൻ ദജ്ജാലിനെ സമീപിച്ചിട്ട് പറയും, അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്നക ദജ്ജാൽ എടോ നീ ദജ്ജാൽ തന്നെയാണ്. ഏത് ദജ്ജാലെന്നോ? അല്ലദീ ഹദ്ദസനാ അൻക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ നേതാവായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് വർത്തമാനം പറഞ്ഞു തന്നിട്ടുള്ള അതേ ദജ്ജാൽ തന്നെയാണ് നീ. ഫയഖൂലു ദജ്ജാൽ, ദജ്ജാൽ ദേഷ്യം പിടിച്ചിട്ടപ്പോൾ പറയും, അവിടെ കൂടി അവന്റെ അനുയായികളോട് പറയും, അറഅയ്തും മിൻ ഖതൽതു ഹാദാ തുമ്മ അഹ്യയ്തുഹു. ഇതാ ഇവനെ ഞാൻ അങ്ങ് പിടിച്ചിട്ട് കൊന്നിട്ട് പിന്നെ ഞാൻ അവനെ പിന്നെയും ജീവിപ്പിച്ചാൽ ഹൽ തശുക്കൂന ഫിൽ അംരി, എന്റെ കാര്യത്തിൽ പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവുകയില്ലല്ലോ, എന്റെ കാര്യത്തിൽ പിന്നെ നിങ്ങൾ സംശയിക്കുമോ? അപ്പോഴതാ അവിടെ കൂടിയവര് പറയും, ലാ ഞങ്ങൾ സംശയിക്കൂല. ഫയഖ്തുലുഹു, ഈ ചെറുപ്പക്കാരനെ അങ്ങ് കൊന്നുകളയുന്നു. സുമ്മ യുഹ്യീഹി, പിന്നീടതാ മനുഷ്യനെ ജീവിപ്പിക്കുന്നു. ഇവിടെയൊക്കെ പണ്ഡിതന്മാര് പല വിശദീകരണങ്ങളും പറയുന്നു. അതാ വാസ്തവത്തിൽ കൊല്ലുന്നുണ്ടോ, അതോ കാണികൾക്ക് അവനെ കൊന്നതുപോലെ തോന്നുകയാണോ? ഈ മനുഷ്യന് വേദന അനുഭവിക്കുന്നുണ്ടോ, അതോ റബ്ബിന്റെ വലിയ തൗഫീഖ് കൊണ്ട് ആ മതത്തിന്റെ അല്ലെങ്കിൽ ആ മരണത്തിന്റെ വേദന പോലും ആ മോമിനായ മനുഷ്യന് കിട്ടാതെയാകുന്നു എന്നൊക്കെ പല അഭിപ്രായങ്ങളും പല ഹദീസിന്റെ വിശദീകരണ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ടെങ്കിലും നബി തങ്ങൾ പറഞ്ഞു തന്നതല്ലാതെ നമുക്ക് പറയാൻ നിവൃത്തിയില്ലല്ലോ. അതാ പിന്നീട് ആ മനുഷ്യനെ ജീവിപ്പിച്ചിട്ട് ചോദിക്കുകയാണ്, നീ എന്നിൽ വിശ്വസിക്കുമോ? ആ ഘട്ടത്തിൽ ഈ മനുഷ്യൻ പറയും, വല്ലാഹി മാ കുൻതു ഖത്തു അശദ്ദ ബസീറത്തൻ മിന്നി അൽ-യൗം. എടോ ദജ്ജാലേ, ഇന്നത്തെ ദിവസത്തേക്കാൾ എനിക്ക് നിന്റെ കാര്യത്തിൽ കാര്യം വ്യക്തമായ വേറൊരു ദിവസമില്ല. ഇന്നത്തെ ദിവസം പോലെ നിന്റെ കാര്യത്തിൽ എനിക്ക് കാര്യങ്ങൾ ഉൾക്കാഴ്ച കിട്ടിയ ഒരു ദിവസമില്ല. നീ ഉറപ്പായും നീ കള്ളൻ തന്നെയാണ്, പെരുങ്കള്ളനാണെന്ന് എനിക്കിന്ന് കൂടുതൽ ബോധ്യമായിരിക്കുകയാണ്. ആ അവസരത്തിൽ ദജ്ജാൽ പറയും, ഞാൻ ഇവനെ ഇപ്പോൾ കൊല്ലും, പക്ഷേ അവനെ കൊല്ലാൻ സാധ്യമല്ല. ഇത് വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്കതിന്റെ വിശദ വിവരം കാണാൻ സാധിക്കുന്നു. യഖ്റുജു ദജ്ജാലു, ദജ്ജാൽ പുറപ്പെടും. فيتوجه قبله رجل من المؤمنين فتلقاه المسالح مسالح الدجال.
അതാ മറ്റൊരു സംഭവമാണെന്ന നിലക്ക് റിപ്പോർട്ടിൽ നമുക്ക് കാണാം. അതാ മുഅ്മിനായ മനുഷ്യൻ അവനെ നേരിടാൻ പോകുന്നു. ദജ്ജാലിനെ നേരിടാൻ മുഅ്മിനായ മനുഷ്യൻ രംഗത്ത് വരുമ്പോൾ ഫതൽഖാഹുൽ മസാലിഹു ദജ്ജാൽ, ദജ്ജാലിന്റെ ആയുധ പോരാളികൾ അവിടെ സ്ഥലത്തുണ്ടാകും. സായുധരായ ദജ്ജാലിന്റെ പട്ടാളം. ഫയഖൂലൂന ലഹു, ഈ മുഅ്മിനോട് ആ പട്ടാളം ചോദിക്കും, അയ്ന തഅ്ബുദു, നീ എങ്ങോട്ടാടോ പോകുന്നത്? ഫയഖൂലു, അപ്പോൾ ഈ മനുഷ്യൻ പറയും, ഈ മുഅ്മിന് പറയും, അഅ്മിദു ഇലാ ഹാദല്ലദീ ഖറജ, ഈ പുറപ്പെട്ടവനായ കള്ളനില്ലേ അവനെ കാണാനാ ഞാൻ പോകുന്നത്, അവനെ തന്നെയാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഈ പട്ടാളക്കാര് ചോദിക്കും, അവമാ തുഅ്മിനു ബിറബ്ബിനാ, ഞങ്ങളുടെ റബ്ബിൽ നീ വിശ്വസിക്കുന്നില്ലയോ? ഞങ്ങളുടെ റബ്ബാണ് അദ്ദേഹം, ഞങ്ങളുടെ റബ്ബായ അയാളിൽ നീ വിശ്വസിക്കുന്നില്ലെന്നോ? ഫയഖൂലു, അപ്പോൾ ഈ മുഅ്മിന് പറയും, ഇവിടെ മനസ്സിലാക്കിക്കോ, മുഅ്മിനെന്ന് എന്താ പറയുക? മാ ബി റബ്ബിനാ ഖഫാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനെ പറ്റി ഒരു അവ്യക്തതയുമില്ല. ഇവൻ കള്ളനാണെന്നതിലും ഞങ്ങൾക്കൊരു അവ്യക്തതയുമില്ല. കാരണം അവര് മുമ്പേ പഠിച്ചവരാണ്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലേ, അവൻ ഒറ്റക്കണ്ണനാണ്, റബ്ബിന് ന്യൂനതയില്ല. ഇവൻ ഒരു മനുഷ്യനാണ്, നടക്കുന്ന, ഇരിക്കുന്ന, ഓടുന്ന, ചാടുന്ന, കുടിക്കുന്ന, കഴിക്കുന്ന ഒരു മനുഷ്യനാണ്. റബ്ബിനെ കാണാൻ കഴിയില്ലല്ലോ, ഇവനെ കാണാൻ കഴിയുന്നല്ലോ. അതുപോലെ തന്നെ ഒട്ടേറെ ലക്ഷണങ്ങളോട് റബ്ബിന്റെ ഒരു ലക്ഷണവും ഇവനില്ല, ഇവൻ മഹാവ്യാജവാദിയാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച് തന്നതുകൊണ്ട് ഈ മുഅ്മിനെന്ന് പറയുന്നു, മാ ബി റബ്ബിനാ ഖഫാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനെ പറ്റി ഒരു അവ്യക്തതയുമില്ലല്ലോ. അതുകൊണ്ട് ഇവൻ പെരുങ്കള്ളനാ എന്നങ്ങ് പറയുമ്പോൾ ഫയഖൂലൂന, അവര് പറയും, പട്ടാളക്കാര് പരസ്പരം പറയും, ഉഖ്തുലൂഹു, ഇവനെ കൊല്ലണം, നമ്മുടെ റബ്ബിനെ വിശ്വസിക്കാത്ത ഇവനെ കൊന്നുകളയണം എന്ന് ദജ്ജാലിന്റെ പട്ടാളക്കാര് പറയുമ്പോ ഫയഖൂലു ബഅ്ദുഹും ലിബഅ്ദിൻ, അവർക്കിടയിൽ ചെറിയ ഒരു സംസാരമുണ്ടാവുകയാണ്. ഈ പട്ടാളക്കാര് പരസ്പരം ഒരു അഭിപ്രായ വ്യത്യാസം. അതെന്താ? അലൈസ ഖദ് നഹാകും റബ്ബുകും അൻ തഖ്തുലൂ വഹദൻ ദൂനഹു, ദജ്ജാലിന്റെ അടുക്കൽ അഥവാ നമ്മുടെ റബ്ബായ ദജ്ജാലിനടുക്കൽ ആളെത്തുന്നതിന്റെ മുമ്പേ ഒരാളെയും കൊന്നുകളയരുതെന്ന് നമ്മുടെ റബ്ബ്, നിങ്ങളുടെ റബ്ബ് കൽപ്പന തന്നിട്ടില്ലയോ? നിങ്ങളുടെ റബ്ബ് നമ്മളോട് വിരോധിച്ചിട്ടില്ലയോ? അവന്റെ അടുക്കൽ എത്താതെ ഒരാളെയും കൊന്നുകൂടെന്ന്. നമ്മൾ കൊല്ലണ്ട, നമ്മൾ ദജ്ജാൽ നമ്മളെ റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ അടുത്ത് കൊണ്ടുവരാതെ ഒരാളെയും കൊല്ലരുതെന്ന് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ മറന്നോ എന്നവര് പരസ്പരം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ മുഅ്മിനെയും കൊണ്ടവര് ദജ്ജാലിന്റെ അടുക്കലേക്ക് പോകുന്നു. അതാ ഈ ഘട്ടത്തിൽ ഫൈദാറഅഹുൽ മുഅ്മിൻ, ദജ്ജാലിനെ ഈ മുഅ്മിനായ മനുഷ്യൻ കാണുന്ന മാത്രയിൽ തന്നെ അതാ ഈ മുഅ്മിനായ മനുഷ്യൻ പറയും, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഹാദ ദജ്ജാലുല്ലദീ സകറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ള ദജ്ജാലാണിത് കേട്ടോ, പെട്ടുപോകണ്ട എന്ന് അവിടെയുള്ള മനുഷ്യന്മാരോടൊക്കെ ഈ മുഅ്മിനായ മനുഷ്യൻ പറയും. കാല എന്നിട്ട് പറയാണ്, ഫയഉമുറു ദജ്ജാൽ, ദജ്ജാൽ അപ്പോൾ ഈ മനുഷ്യനെ പിടിക്കാൻ കൽപ്പിക്കും. എന്നിട്ടതാ ഇയാളെ കുരിശ് തറക്കുന്നത് പോലെ അതാ ആക്രമിക്കാൻ വേണ്ടി പിടിച്ചു നിർത്തും. അതല്ലെങ്കിൽ അവന്റെ സൗകര്യപ്പെടുമാറ് പിടിച്ചു കിടത്തുകയാണ്. എന്നിട്ടവനോട് പറയുന്നു, അവന്റെ പട്ടാളക്കാരോട് പറയുകയാണ് ദജ്ജാല്, ഖുദൂഹു വശുജ്ജൂഹു, ഇവനെ പിടിച്ചു കെട്ടോ. അതാ ഇവന്റെ ശരീരത്തിലൊക്കെ അതാ മർദ്ദിക്കുകയാണ്. ഫയൂസഉ ളുഹുറുഹു വബത്നുഹു ദർബാ, അവന്റെ ശരീരം മുഴുക്കെ ശക്തമായ നിലക്ക് അടിക്കുകയും ഇടിക്കുകയും തൊഴിക്കുകയും ക്രൂരമായ മർദ്ദനങ്ങൾ കൊണ്ട് ഈ മുഅ്മിനായ മനുഷ്യനെ പരീക്ഷിക്കുകയാണ്. കടുത്ത വേദന കൊണ്ട് ഈ മുഅ്മിനായ മനുഷ്യൻ പൊളയുന്ന നേരത്ത് ദജ്ജാൽ ചോദിക്കും, അവമാ തുഅ്മിനു ബി, പറ, നീ എന്നെ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? എന്നെ വിശ്വസിക്കാൻ ഇനിയെങ്കിലും പറയൂ, തയ്യാറാണോ? ആ അവസരത്തിലും ഈമാനുള്ള മനുഷ്യന്റെ വർത്തമാനം, അൻതൽ മസീഹുൽ കസ്സാബ്, എടോ നീ പെരുങ്കള്ളനായ മസീഹ് തന്നെ, നീ പെരും കള്ളനാണ്.
ആ ഘട്ടത്തിൽ അതാ ദജ്ജാൽ എന്ത് ചെയ്യും? അവന്റെ പട്ടാളക്കാരോട് കൽപ്പിക്കുകയാണ്, ഫയുമറു ബിഹി, ഈ മുഅ്മിനിനെ കൊണ്ട് പിടിക്കപ്പെടുകയാണ്. ഫയുഅ്ശറു ബിൽ മിഅ്ശാർ, അതാ ഈർച്ചവാൾ കൊണ്ട് ഈർന്ന് മുറിക്കപ്പെടുന്നു. മിൻ മഫ്രിഖിഹി, അദ്ദേഹത്തിന്റെ മൂർധാവിൽ നിന്ന്, ഹൈസു യുഫർഖു ബൈന റിജ്ലൈഹി, രണ്ട് പൊളിയായിട്ട് അങ്ങോട്ട് തള്ളിയിടുന്ന നിലക്ക് മുറിച്ചിടുകയാണ്, പിളർത്തിയിടുകയാണ്. സുമ്മയം ദജ്ജാലു ബൈനൽ ഖിത്അതൈനി, ആ രണ്ട് പീസുകളുടെയും രണ്ട് കഷ്ണങ്ങളുടെയും ഇടക്ക് ദജ്ജാൽ ഇങ്ങനെ നടക്കും. എന്നിട്ടവൻ പറയും, അതിനോടൊപ്പം എഴുന്നേൽക്കൂ എന്ന് പറയും. ഫയസ്തവീ ഖായിമാ, അപ്പോൾ അതാ ശരിക്കും അത് എഴുന്നേറ്റ് നിൽക്കുകയാണ്. പിന്നീട് ചോദിക്കും, തുഅ്മിനു ബീ, നീ എന്നിൽ വിശ്വസിക്കുമോ? നീ എന്നിൽ ഇനിയെങ്കിലും നിനക്ക് വിശ്വസിച്ചുകൂടെ? ഫയഖൂലു, അപ്പോൾ ഈ മുഅ്മിന് പറയും, മസ്ദത്തു ഫീക ഇല്ലാ ബസീറതൻ, നിന്നെക്കുറിച്ച് എന്റെ ഉൾക്കാഴ്ച വർദ്ധിച്ചിരിക്കുകയാണ്. കള്ളനാണെന്ന് എനിക്ക് കൂടുതൽ ഇപ്പോൾ ബോധ്യമാവുകയാണ്. കാരണം ഇതൊക്കെ നടക്കുമെന്ന് ഞങ്ങളെ നേതാവ് പഠിപ്പിച്ചതാണ്. അതൊക്കെ അക്ഷരം പ്രതി സംഭവിക്കുന്നല്ലോ. നിന്നിലൂടെ ഇതൊക്കെ കാണുന്നല്ലോ, നിന്നിലൂടെ ഇതൊക്കെ കേൾക്കുന്നല്ലോ. അതുകൊണ്ട് നീ ഏറ്റവും വലിയ കള്ളനാണ്, ഏറ്റവും വലിയ വ്യാജനാണ്. അത് കൂടുതൽ കൂടുതൽ ബോധ്യമായി കൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ കൃത്യമായിട്ട് അവൻ പറയുമ്പോ സുമ്മയഖൂലു, ആ അവസരത്തിൽ അതാ ദജ്ജാൽ പറയും, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ. അതാ ഈ ദജ്ജാലല്ല, ഈ സത്യവിശ്വാസിയായ മനുഷ്യൻ തുടർന്നുകൊണ്ട് പറയും, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നഹു ലാ യഫ്അലു ബഅദീ ബിഅഹദിൻ മിനന്നാസ്, എനിക്ക് ശേഷം ഇനി ഒരാളെയും കൊല്ലാൻ ഇവനെ കൊണ്ട് സാധ്യമാവില്ല. അവന്റെ കഴിവുകളും അവന്റെ പ്രകടനങ്ങളും അവസാനിക്കാൻ പോവുകയാണ്. അവന്റെ കഴിവുകളും അവന്റെ പ്രകടനങ്ങളും അവസാനിക്കാൻ പോവുകയാണ്. മുഅ്മിനായ മനുഷ്യൻ അവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു, മുഅ്മിനായ മനുഷ്യൻ അവിടെ വെച്ച് പ്രഖ്യാപനം നടത്തുകയാണ്. വിശ്വാസികളായ ആളുകളതാ പതറാതെ രംഗം അതാ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിശ്വാസികൾ മുഴുവനും പെട്ടുപോയിരിക്കുന്നു. അത്ഭുതങ്ങൾ കണ്ടിട്ടവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോഴും മുഅ്മിനുകൾക്ക് പതർച്ചയില്ല. ഈ മുഅ്മിനുകളുടെ നേതാവ് അന്ന് ഈ മനുഷ്യൻ പറയും, ഈ സാലിഹായ മനുഷ്യൻ പറയുന്നു, എനിക്ക് ശേഷം ഒരാളെയും ഇനി ഒന്നും ചെയ്യാൻ ദജ്ജാലിന് സാധ്യമല്ല എന്നങ്ങ് പ്രഖ്യാപിക്കുമ്പോ ഫയഉഖുദുഹു ദജ്ജാലു ലിയദ്ബഹു, ദജ്ജാൽ ഈ മുഅ്മിനായ ഈ ചെറുപ്പക്കാരനെ അങ്ങ് പിടിക്കുകയാണ്. ലിയദ്ബഹു, അറുത്ത് കളയാൻ വേണ്ടി, ഈ മനുഷ്യനെ അങ്ങ് അറുത്ത് കളയാൻ വേണ്ടി ദജ്ജാൽ ഈ സാലിഹിനെ പിടിക്കുമ്പോൾ ഫയുജഅല മാ ബൈന റഖബതിഹി ഇലാ തർഖൂതിഹി നുഹാസാ ഫലാ യസ്തതീഉ ഇലൈഹി സബീലാ. അത്ഭുതം സംഭവിക്കുകയാണ്. അല്ലാഹുവിന്റെ വലിയ സഹായമുണ്ടാവുകയാണ്. അതാ ഇതുവരെയുള്ള ഇവന്റെ എല്ലാ പ്രകടനങ്ങളും അവസാനിക്കാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദജ്ജാൽ ഈ മുഅ്മിനായ മനുഷ്യനെ അറക്കാനൊരുങ്ങുമ്പോൾ ഫയുജഅല മാ ബൈന റഖബതിഹി ഇലാ തർഖൂതിഹി നുഹാസാ, ആ മനുഷ്യന്റെ കഴുത്ത് മുഴുവനും അതാ മുറിക്കാൻ കഴിയാത്ത നിലക്ക് ചെമ്പായി പരിണമിക്കുന്നു. ഈ ഭാഗം എങ്ങനെ അറുക്കാൻ ശ്രമിച്ചാലും ദജ്ജാലിനെ തൊടാനാവാത്ത നിലക്ക് ഈ മുഅ്മിനിന്റെ ശരീരമതാ ചെമ്പ് പോലെ ആ നിലക്കങ്ങ് പരിണമിക്കുകയാണ്. ഫലാ യസ്തതീഉ ഇലൈഹി സബീലാ, ഈ മനുഷ്യനെ ഒന്നും ചെയ്യാൻ ദജ്ജാലിന് സാധ്യമാകാതെ അവന്റെ സർവ്വ കള്ളത്തരങ്ങളും അതാ പൊളിഞ്ഞു പോകുന്നു. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഫയഉഖുദു ബിയദൈഹി വരിജിലൈഹി, അപ്പോൾ ഇവന് ദേഷ്യം മൂത്ത് കൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ, ഈ മുഅ്മിനിനെ കയ്യും കാലും കൂട്ടി പിടിക്കുകയാണ്. ഫയഖ്ദിഫു ബിഹി, അതാവനെ അതാ ഈ മനുഷ്യനെ എറിയുകയാണ്. ഫയഹ്സബുന്നാസു അന്നമാ ഖദഫഹു ഇലന്നാരി,
തീയിലേക്കാണ് ഇട്ടത് എന്നാണ് ജനങ്ങൾക്ക് തോന്നുക. പക്ഷേ വൈന്നമാ ഉൽഖിയ ഫിൽ ജന്ന, സ്വർഗത്തിലേക്കാണ് ആ മനുഷ്യൻ വീഴ്ത്തപ്പെട്ടിരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇതിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂൽ ഇതിനെപ്പറ്റി പറയുകയാണ്, ഹദാ അഅ്ലമുൻ നാസി ഷഹാദത്തൻ ഇൻദ റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ജനങ്ങളിലെ ഏറ്റവും വലിയ ഷഹീദായിരിക്കും ഈ മനുഷ്യനായിരിക്കും അന്നത്തെ ഏറ്റവും വലിയ ഷഹീദ് റബ്ബിന്റെ അടുക്കലെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നോക്കൂ നിങ്ങൾ, ഇത്രത്തോളം വലിയ മാരകമായ ഒട്ടേറെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് ലോക മനസ്സാക്ഷിയെ മുഴുവൻ ഭ്രമിപ്പിച്ചുകൊണ്ട് വിസ്മയിപ്പിച്ചുകൊണ്ട് അവരുടെ മുഴുവൻ മനസ്സുകളെ തകിടം മറിക്കുമാറ് ഏറ്റവും വലിയ മാരകമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചുകൊണ്ട് നടക്കുന്ന ഇവൻ രംഗത്ത് വന്നു കഴിയുമ്പോൾ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതെന്താ, അവൻ എത്ര കാലമാണ് ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് വളരെ കൃത്യമായി അവിടുന്ന് തന്നെ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ വമാ ലുബ്സുഹു ഫിൽ അർളി, ഇവന്റെ പടയോട്ടം, ഇവന്റെ ഫിത്ന രാജ്യത്തുള്ള ജനങ്ങൾ, ലോകത്തുള്ള ജനങ്ങൾ എത്ര കാലം സഹിക്കണം? എത്ര കാലമായിരിക്കും ദജ്ജാലിന്റെ ഭൂമിയിലുള്ള ജീവിത കാലഘട്ടം? അലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 40 യൗമാ, 40 ദിവസം. 40 ദിവസമാണ് അവന്റെ ജീവിത കാലഘട്ടം. പക്ഷേ അത് സാധാരണ 40 ദിവസം പോലെയാണെന്നാരും ധരിക്കണ്ട. യൗമുൻ കസനത്തിൻ, ആ 40 ദിവസത്തിലെ ഒരു ദിവസത്തെ ദൈർഘ്യം ഒരു കൊല്ലം പോലെയാണ്. ഒരു ദിവസം ഒരു കൊല്ലത്തിന് സമാനമായ ഒരു ദിവസം. വയൗമുൻ കശഹരിൻ, മറ്റൊരു ദിവസം ഒരു മാസത്തിന് ദൈർഘ്യമുള്ള ഒരു ദിവസം. വയൗമുൻ കജുമുഅ, ഒരാഴ്ചക്ക് സമാനമായ ഒരു ദിവസം. മൂന്നാമത്തത് വസായിറു അയ്യാമിഹി, ബാക്കിയുള്ള ദിവസങ്ങളൊക്കെയും കഅയ്യാമിക്കും, നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് പോലെയുള്ള ദിവസങ്ങൾ തന്നെ. അങ്ങനത്തെ 40 ദിവസമാണ് അവൻ ജീവിക്കുക. അപ്പോൾ ഒരു ദിവസം അതിൽ ഒരു കൊല്ലം പോലെയുള്ള ദിവസമായിരിക്കും, ഒരു ദിവസം അതിൽ ഒരു മാസം പോലെയുള്ള ദിവസമായിരിക്കും, ഒരു ദിവസം അതിൽ ഒരാഴ്ച പോലെ ദൈർഘ്യമുള്ളതായിരിക്കും. ഈ 3 ദിവസങ്ങൾ കഴിഞ്ഞാൽ വസായിറു അയ്യാമിഹി, ബാക്കിയുള്ള അവന്റെ ജീവിത കാലഘട്ടം ഓരോ ദിവസങ്ങളും കയ്യാമിക്കും. സ്വഹാബിമാരെ, നിങ്ങൾ കണക്ക് കൂട്ടും പോലത്തെ ഒരു ദിവസം എത്രയാണോ അത്രയേ ഉണ്ടാകൂ. അതല്ലാത്ത 3 ദിവസങ്ങൾക്ക് പ്രത്യേകത, ഒന്നൊരു കൊല്ലം പോലെ, മറ്റൊന്നൊരു മാസം പോലെ, മറ്റൊന്നൊരു ആഴ്ച പോലെ. ഇതങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ നമ്മളൊക്കെയാണെങ്കിൽ ആദ്യം എന്താ ചോദിക്കുക, അയ്യേ അതെങ്ങനെ? ഒരു കൊല്ലം പോലെ നീണ്ടു നിൽക്കുന്ന ഒരു ദിവസമോ, മാസം പോലെ നീണ്ടു നിൽക്കുന്ന ദിവസമോ, ആഴ്ച പോലെ നീണ്ടു നിൽക്കുന്ന ദിവസമോ, അതിന്റെ യുക്തി മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കാനല്ലേ തയ്യാറാവുക. അതേ അവസരത്തിൽ ഈ സന്ദേശം ആദ്യമായി കേട്ട സ്വഹാബിമാരങ്ങനെയല്ല. അവരല്ലാന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് സംശയമില്ല. പിന്നെ അവരുടെ സംശയം പോയതെങ്ങോട്ടാണ്? അതൊന്ന് നോക്കൂ നിങ്ങൾ. സ്വഹാബിമാരുടെ സംശയം പോകുന്നത് എങ്ങോട്ടാണ്? അവർ നബി തങ്ങളോട് ചോദിച്ചില്ല, അയ്യേ ഇതെന്തൊരു ദിവസമാണ്, എങ്ങനെ ഉൾക്കൊള്ളാനാണ്, ഒരു വർഷം പോലത്തെ ദിവസമോ എന്നൊന്നും ചോദിച്ച് അതിനെ ചോദ്യം ചെയ്യാതെ അവർക്കറിയേണ്ടത് മറ്റൊന്നാണ്. ഖുൽനാ, സ്വഹാബത്ത് പറയുന്നു, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഫദാക്കൽ യൗമുൽ ലദീ കസനത്തിൻ, അങ്ങ് പറഞ്ഞില്ലേ ദജ്ജാലിന്റെ ജീവിതകാലത്തിലെ ഒരു ദിവസം ഒരു വർഷം പോലെ ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ? ആ ദിവസത്തിൽ അതക്ഫീനാ ഫീഹി സ്വലാത്തു യൗം, ഒരു ദിവസം നിസ്കരിക്കുന്ന നിസ്കാരം മതിയോ നബിയേ? അവർക്കതാ അറിയേണ്ടത്. അന്നത്തെ ദിവസം ഞങ്ങൾ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ്? ഒരു ദിവസത്തിൽ 5 നേരമല്ലേ നിസ്കാരമുള്ളൂ?
ഒരു ദിവസത്തിന് ഒരു കൊല്ലത്തെ ദൂരം വരുമ്പോൾ, ഒരു കൊല്ലത്തെ ദൈർഘ്യമുള്ള ദിവസത്തിൽ ഞങ്ങൾ എങ്ങനെയാ നിസ്കരിക്കേണ്ടത്? ഒരു കൊല്ലത്തെ 5ആയി ഡിവൈഡ് ചെയ്തിട്ട് 5 നേരത്തെ നിസ്കാരം, ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന ദിവസത്തിലും 5 നേര നിസ്കാരമാണോ വേണ്ടത് നബിയേ? ഇതാണ് സ്വഹാബത്തിന് അറിയേണ്ടത്. ആ അവസരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ല, ഉഖ്ദുറൂ ലഹു ഖദ്റഹു. അല്ല സ്വഹാബിമാരെ, നിങ്ങൾ അന്നത്തെ ദിവസത്തെ കണക്ക് കൂട്ടിയിട്ട് നിർണയിച്ചുകൊണ്ട് നിസ്കരിക്കണം. കണക്ക് കൂട്ടി നിർണയിച്ചുകൊണ്ട് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണതിന്റെ മഅന? എന്താണതിന്റെ ആശയം? അഥവാ ഫജ്ർ കഴിഞ്ഞിട്ട് ളുഹറിന്റെ ഇടയ്ക്ക് എത്ര മണിക്കൂറാണോ വേണ്ടത്, അത്ര മണിക്കൂർ കഴിഞ്ഞാൽ ളുഹർ നിസ്കരിച്ചോളണം. ഒരു ദിവസത്തിലായി പറയുന്ന ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന ദിവസം വന്നാലും നമുക്കിന്ന് പകലൊരു പക്ഷേ 12 മണിക്കൂറാണെങ്കിൽ, അതല്ലെങ്കിൽ 24 മണിക്കൂറല്ലേ ഒരു ദിവസമുള്ളത്. അന്നത്തെ ഒരു ദിവസം ഒരു കൊല്ലം പോലെ സമാനമാകുമ്പോ 5 നേരം നിസ്കരിച്ചാ പോരാ, കണക്ക് കൂട്ടണമെന്നാണ്. സുബഹി കഴിഞ്ഞിട്ട് സാധാരണ എത്ര മണിക്കൂർ കഴിഞ്ഞാലാ ളുഹർ, അത് നോക്കിയിട്ട് ളുഹർ നിസ്കരിക്കണം. അത് കഴിഞ്ഞിട്ട് എത്ര മണിക്കൂർ കഴിഞ്ഞാലാണ് അസർ, മണിക്കൂർ കണക്കാക്കി അസർ നിസ്കരിക്കണം. അത് കഴിഞ്ഞ് മഗ്രിബ് നിസ്കരിക്കണം. സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാവില്ല, എന്നാലും മസ്തല നിങ്ങൾ ആ സമയം കണക്ക് കൂട്ടി മഗ്രിബ് നിസ്കരിക്കണം. അതും കഴിഞ്ഞ് ഇശാ നിസ്കരിക്കണം. അതും കഴിഞ്ഞ് ഫജ്ർ നിസ്കരിക്കണം. അങ്ങനെ അങ്ങനെ ഒരു കൊല്ലത്തിൽ അതാ എത്ര നിസ്കാരങ്ങൾ വരുമോ അത്രയും സമയങ്ങൾ കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾ നിസ്കരിച്ചോളണേ. ഒരു മാസത്തെ ദൂരം വരുന്ന, ഒരു മാസത്തെ ദൈർഘ്യം വരുന്ന ദിവസത്തിലും ഒരാഴ്ചത്തെ ദൂരം വരുന്ന ആ രൂപത്തിലുള്ള ദിവസത്തിലും ഒക്കെ ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊള്ളണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാണ്. എങ്ങനെയാ അതൊക്കെ സംഭവിക്കുക? നിങ്ങൾ നോക്കൂ, ഇത് പറഞ്ഞിട്ട് ചില പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. എന്ത്? ഫറളിയല്ലാഹു അനി സഹാബ, ഫറളിയല്ലാഹു അനി സഹാബ. സഹാബത്തിന്റെ കാര്യം അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടില്ലേ? അവര് വലിയ മഹാന്മാരല്ലേ? എന്താ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കം കാനൂ ഹരീസീൻ. സഹാബത്ത് എത്ര വലിയ ആർത്തിയുള്ളവരായിരുന്നു, സഹാബത്ത് എത്ര വലിയ ആഗ്രഹമുള്ളവരായിരുന്നു. അലാ തഅല്ലുമി ഉമൂരി ദീനിഹിം, അവരുടെ ദീനിന്റെ വിഷയങ്ങൾ പഠിക്കാൻ. വമുതാബഅത്തി നബിയിഹിം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ തസ്ഹീഹി ഈമാനിഹിം വഅമലിഹിം, അവരുടെ ഈമാനും അവരുടെ അമലുമൊക്കെ സഹീഹായി കിട്ടാൻ അല്ലാഹുവിന്റെ റസൂലിനെ എങ്ങനെയാണോ ഇത്തിബാഅ് ചെയ്യേണ്ടത് അതൊക്കെ പഠിക്കുന്ന വിഷയത്തിൽ അവർക്ക് എത്രമാത്രം താല്പര്യമുണ്ടായിരുന്നവരാണ് എന്ന് ഈ സംഭവത്തിൽ നിന്ന് നമ്മളൊക്കെ പഠിക്കേണ്ടതുണ്ട് എന്ന് ഇത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. നമ്മളെന്താ നോക്കുക? അതിനെപ്പറ്റി ചോദിക്കണ്ട, ചോദിച്ചപ്പോ മറുപടി വേറെ ആണെങ്കിലോ ഇവരത് ചോദിക്കണം. ഉറപ്പുവരുത്തണം നിസ്കാരം ഫൗത്തായി പോകരുത്, ഒരു നിസ്കാരവും നഷ്ടപ്പെടരുത്, ഒരു ഇബാദത്തും ബാത്തിലാവാൻ ഇടവരരുത്, അല്ലാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരാവരുത് എന്ന നിലക്ക് അപ്പോഴക്കപ്പോഴെ ചോദിച്ച് അവര് സംശയം തീർക്കാൻ വലിയ താല്പര്യം കാണിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ സഹോദരങ്ങളെ, ഏറ്റവും വലിയ മാരകമായ വിപത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ദജ്ജാലിന്റെ ഈ രംഗപ്രവേശനങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആളുകൾ ധാരാളമായി കുടുങ്ങിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, ഈ വലിയ മാരകമായ വ്യാജവാദിയായ മഹാദജ്ജാൽ വരുന്നതിന്റെ മുമ്പേ ഒട്ടേറെ ദജ്ജാലുകൾ ഇവിടെ രംഗത്ത് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, ഒട്ടേറെ ദജ്ജാലുകൾ വരും, നിങ്ങളും നിങ്ങളുടെ പൂർവീകരായ പിതാക്കളും. സഹാബത്തിനും അതുപോലെ തന്നെ മോമിനീങ്ങൾക്കും ഒന്നും പരിചയമില്ലാത്ത കള്ളവാർത്തകളുമായി കൊണ്ട് പല ദജ്ജാലുകളും രംഗത്ത് വരുമ്പോൾ നിങ്ങളവരെ സൂക്ഷിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയത് ഈ നേതാവ് ദജ്ജാലിന്റെ മുമ്പ് വരുന്ന കുട്ടി ദജ്ജാലുകളെ കുറിച്ചാണ്. എത്രത്തോളം ദജ്ജാലുകൾ ഇന്ന് ലോകത്ത് ഒരു ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, മഹാകള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്രയോ ആളുകൾ അതിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടില്ലേ? ഇപ്പോൾ സാന്ദർഭികമായി പറയട്ടെ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഒരു മുടിക്കേന്ദ്രമുണ്ടാക്കാൻ വേണ്ടി 40 കോടിയോളം ചെലവഴിക്കാൻ ഒരു മഹാകദ്ദാബ് രംഗത്ത് വരുന്നു. നമ്മൾ ചിന്തിച്ചോ, ഈ സമുദായമേ, നിങ്ങളും നിങ്ങളുടെ മുൻഗാമികളും സഹാബത്തുമൊന്നും കേട്ടിട്ടില്ലാത്ത കള്ളവാദങ്ങളുമായി രംഗത്ത് വരുന്നു.
അള്ളാന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞിട്ട് മീറ്ററുകളോളം നീളമുള്ള മുടിയാണ് കാണിക്കുന്നത്. നിങ്ങൾ നെറ്റിലൂടെ കാണാറില്ലേ? നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. അതാ നെറ്റിൽ നിന്ന് വിശദമായിട്ട് നമുക്ക് കാണാം. ഇവര് കൊണ്ട് നടക്കുന്ന മുടിക്കെട്ടുകളതാ ഡസൻ കണക്കിന് അതാ മുടിക്കെട്ടുകളാണ്. കുതിരയുടെ വാലാണോ എന്ന് തോന്നിപ്പോകുന്ന പെണ്ണുങ്ങളുടെ മുടിയോളം വലുപ്പമുള്ള മീറ്ററുകളോളം വലിപ്പമുള്ള മുടികളുമായിട്ടാണ് ഇത് നബിതങ്ങളുടെ മുടിയാണെന്നും പറഞ്ഞിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ അതാ നമ്മുടെ നാട്ടിലും ദജ്ജാലുകൾ എത്തിക്കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലാണ് ഈ നുണ പറയുന്നത്. എത്രത്തോളം പ്രിയപ്പെട്ടവരെ, ഇന്നലെ എന്റെ ഈ ഇരുകാതുകൾ കൊണ്ട് ഞാൻ കേട്ടതാണ്. അതാ ഇന്റർനെറ്റിലെ ഒരു ക്ലാസ് റൂമിൽ ഒരു കുബൂരി മുസ്ലിയാരി പ്രസംഗിക്കുകയാണ്. ഒരു കുബൂരി മലയാളി മുസ്ലിയാരി പ്രസംഗിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയുടെ ഈ നീളം പറഞ്ഞപ്പോൾ നബിതങ്ങളുടെ മുടി അതാ ചെവിക്കുറ്റി വരെ എത്തുന്ന മുടിയല്ലേ ഉള്ളത്. ഈ കാണുന്ന മുടി ഏത് മുടിയാണ്, ആരുടെ മുടിയാണെന്നൊക്കെ ആളുകൾ അതാ കൃത്യമായി സംശയം ചോദിക്കുമ്പോൾ അതാ ഒരു മനസ്സാക്ഷി കുത്തുമില്ലാതെ പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി വളരുന്നു പോലും ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നുവത്രേ. അത് നീണ്ടു പോവുകയാണത്രേ. അതെത്രത്തോളം നീളുന്നു, നീളുന്നതിനനുസരിച്ച് പിളരുന്നു. വളരുന്തോറും പിളരുന്നു, പിളരുന്തോറും വളരുന്നു എന്ന് ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ നമ്മുടെ നാട്ടിൽ പറഞ്ഞതുപോലെ അതാ നബിതങ്ങളുടെ മുടി അങ്ങനെ നീണ്ട് വളർന്നു പിളർന്നു പോകുന്നുവത്രേ. ഇത് വിശ്വസിക്കാൻ നമ്മുടെ കേരളത്തിൽ ആളെ കിട്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടും തീർന്നില്ല, അയാൾ തട്ടിവിടുകയാണ്. ഒരു കൊല്ലത്തിലതാ 1.7 സെന്റിമീറ്റർ മുതൽ 2.8 സെന്റിമീറ്റർ വരെയാണത്രേ വളർച്ച. അങ്ങനെ വളർന്ന് ഇങ്ങനെ വലുതാകുമ്പോ ചിലര് ചോദിച്ചു, അപ്പൊ ഇങ്ങനെ 1400 ചില്ലാനം കൊല്ലം കൊണ്ട് ഈ മുടി ഇപ്പോൾ എത്ര വലുതായിട്ടുണ്ടാകും, എവിടെ പോയി അപ്പൊ ബാക്കിയുള്ള നീളം? അപ്പോൾ അതെങ്ങനെ കൊല്ലം കട്ട് ചെയ്യുന്നു എന്നൊരു മറുപടി. പിന്നെയോ ഇത് കത്തിച്ചു നോക്കിയത്രേ. സ്വന്തം മുടി ഇങ്ങനെ ലൈറ്റത്ത് കാണിക്കുമ്പോൾ കത്തുന്നുണ്ട്, ഈ മുടി കത്തുന്നില്ല പോലും. ഇനി കേട്ടോ, വലിയ അതാ മനുഷ്യനെ ഒരു നിലക്കും ഒറ്റപ്പെടുത്താൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ സ്വീകരിക്കുന്ന ഈ രൂപത്തിലുള്ള വ്യാജവാദികൾ അവസാനം ഇതും കൂടി പറയുകയാണെന്ന്. അതാ സിക്റിങ്ങനെ ചൊല്ലുമ്പോ ഈ മുടി ഇങ്ങനെ ഡാൻസ് ആടാറുണ്ട് പോലും. അതാ സിക്ർ ചൊല്ലുമ്പോൾ ആടുന്ന കള്ളന്മാരില്ലേ നമ്മുടെ നാട്ടിൽ, നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലാ അല്ലാ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂടുകുലുക്കിയും ഉരകുലുക്കിയും ചാഞ്ചാടി ദിക്റും തുള്ളൽ ദിക്റും ഒക്കെ കാണിക്കുന്ന ഈ കോമാളികളെ കണ്ടിട്ടില്ലേ? അതാ അവരിപ്പോ പറയുന്നു, നബിതങ്ങളുടെ മുടിയുള്ളയിടത്ത് ദിക്ർ ചൊല്ലുമ്പോ ദിക്റിന്റെ മജ്‌ലിസിൽ മുടി ആടുന്നുണ്ടത്രേ, അതിൽ നിന്ന് പ്രകാശം പൊഴിക്കുന്നുണ്ടത്രേ. ഈ രൂപത്തിലൊക്കെ പ്രിയപ്പെട്ടവരെ എന്തെല്ലാമാണ് ലോകത്തിൽ നിന്ന് കള്ളന്മാര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പരസ്യമായി ഇന്നലത്തെ ദിവസം ഞാൻ എന്റെ ഇരുകാതുകൾ കൊണ്ട് ഞാൻ കേട്ടതാണ്. കേട്ടതിന്മേൽ കേട്ട് റിപ്പോർട്ട് ചെയ്യുന്നതല്ല. എന്റെ ഈ കാതുകൊണ്ട് ഒരു കുബൂരി മുസ്ലിയാര്, അതാ കേരളത്തിലെ ഒരു കുബൂരി മുസ്ലിയാര് പ്രസംഗിച്ചതാണ്. അവരുടേതായ ക്ലാസ് റൂമിൽ വെച്ച് പരസ്യമായി പ്രസംഗിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഓരോ പ്രവചനങ്ങളും ലോകത്ത് പുലരുന്നു. സഹാബിമാരെ, നിങ്ങളും നിങ്ങളുടെ മുൻഗാമികളും കേട്ടിട്ടില്ലാത്ത, വിശ്വാസികൾക്ക് പരിചയമില്ലാത്ത കള്ളവാദങ്ങളുമായി കൊണ്ട് ദജ്ജാലുകൾ രംഗത്ത് വരുമ്പോൾ വയ്യാക്കും വയ്യാഹും, നിങ്ങൾ അവരെ സൂക്ഷിക്കണേ. ലായുദില്ലൂനക്കും, അവർ നിങ്ങളെ പഴപ്പിക്കാതിരിക്കട്ടെ. അവരുടെ ഫിത്നയിൽ നിങ്ങൾ പെട്ടുപോകരുതേ. വലിയ ദജ്ജാല് രംഗപ്രവേശം ചെയ്യുന്നതിന്റെ മുന്നോടിയായിക്കൊണ്ട് കുട്ടി ദജ്ജാലികൾ ലോകത്തൊരുപാട് വരുമെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ അതാ അതിലൊക്കെ പെട്ടുപോകാൻ ലക്ഷങ്ങൾ സംഭാവന ചെയ്തുകൊണ്ട് അതാ 40 കോടിയുടെ പള്ളിയാണ് ഈ കള്ളമുടി പ്രദർശിപ്പിക്കാൻ വേണ്ടി, പിരിവിന് വേണ്ടി നടക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, എവിടേക്കാണ് സമൂഹം പോകുന്നത്? എത്രത്തോളം വലിയ ഫിത്നയിലേക്കാണ് അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ചിന്തിക്കണം. ചിലർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല.
ചിലർക്ക് ഇതൊക്കെ പറയുന്നത് പുച്ഛമാണ്. ആരെങ്കിലും ഏതെങ്കിലും മുടി കൊണ്ട് നടന്നോട്ടെ, എന്തെങ്കിലും ചെയ്തോട്ടെ, അതിന് നമ്മളെന്തിനാ പ്രശ്നം വെക്കുന്നത്? രാജ്യത്ത് നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വേറെയില്ലേ? അതൊക്കെ പറഞ്ഞുകൂടെ നമുക്ക്? ആരെങ്കിലും എത്ര കോടിയുടെയെങ്കിലും പള്ളി ഉണ്ടാക്കിക്കോട്ടെ, അതേ പള്ളി ഉണ്ടാക്കിക്കൊള്ളട്ടെ, 40 കോടിയുടേതല്ല, 80ന്റെയും 400ന്റെയും ഉണ്ടാക്കിക്കോട്ടെ. പക്ഷേ അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ടായിക്കൂടാ. നബി തങ്ങളുടെ പേരിൽ കള്ളം പറഞ്ഞാൽ നമുക്ക് ദേഷ്യമില്ല അല്ലേ? ഞാൻ പറയാത്തത് എന്റെ പേരിൽ പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത ചൂടുണ്ടല്ലേ? നിങ്ങളിൽ ഓരോരുത്തരുടെയും പേരിൽ നിങ്ങൾ പറയാത്തൊരാൾ പറഞ്ഞാൽ നിങ്ങൾ അവനെ വിടില്ല അല്ലേ? നിങ്ങൾക്ക് വലിയ ദേഷ്യമല്ലേ? നിങ്ങളുടെ സഹിഷ്ണുതയൊക്കെ എവിടെയാ പോകാറുള്ളത്? നിങ്ങളെ ഒരുത്തൻ നിങ്ങൾ പറയാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചൂടാകുന്ന ആ ഒരു ദേഷ്യമെങ്കിലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നമ്മുടെ നേതാവിന്റെ പേരിൽ കള്ളന്മാര് കള്ളം പറയുമ്പോൾ അത് തുറന്ന് കാണിക്കേണ്ടത്, അവനെ തൊലിയിരിച്ച് കാണിക്കേണ്ടത് ഈമാനിന്റെ ഭാഗമല്ലേ? നബി തങ്ങൾ എന്താ പറഞ്ഞത്? മൻ കദബ അലയ്യ മുതഅമ്മിദാ, ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ, നരകത്തിൽ അവന്റെ ഇരിപ്പിടം അവൻ സ്ഥാപിച്ചു കൊള്ളട്ടെ. ആലോചിച്ചുകൊള്ളണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിൽ ഇന്നതാണ് സ്ഥിതി. അവിടേക്കാണ് ജനങ്ങളെ കൊണ്ട് എത്തിക്കുന്നത്. അതിനും പിന്നാലെ കൂടാൻ ഒരുപാട് ആളുകൾ. എങ്കിൽ ഇത്രത്തോളം വലിയ ഫിത്നയിൽ ആളുകൾ പെടുന്നുണ്ടെങ്കിൽ മഹാവ്യാജവാദിയായ അവസാനകാല ദജ്ജാൽ വരുമ്പോ എത്ര ആളുകളായിരിക്കും, എത്ര കോടികളായിരിക്കും, എത്ര കോടികളായിരിക്കും? ചിന്തിച്ചു നോക്കുക. ഇതാണ് വലിയ ഫിത്നയാണ്, വലിയ മാരകമായ ഇബത്താണ്, 5 നേരം കാവൽ തേടേണ്ടുന്ന ഇബത്താണ്. ലോകത്ത് വന്ന അമ്പിയാക്കൾ മുഴുവനും സമൂഹത്തെ മുന്നറിയിപ്പ് നൽകിയ ഇബത്താണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ദജ്ജാലിനെ കുറിച്ച് പഠിക്കലാണ്. ദജ്ജാലിന്റെ വൈകല്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയ ഒരാൾക്ക് അവനെ ഒരിക്കലും റബ്ബായി കാണാൻ കഴിയില്ല. അതുപോലെ അല്ലാഹുവിനോട് എപ്പോഴും ഇവന്റെ ഫിത്നകളിൽ നിന്ന്, ഇത്തരക്കാരുടെ ഫിത്നകളിൽ നിന്ന് കാവൽ തേടിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. മാത്രമല്ല അവിടുന്ന് മറ്റൊരു പ്രത്യേകമായ ഒറ്റമൂലി കൂടി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൻ ഹഫിള അശ്റായാത്തിൻ മിൻ അവ്വലി സൂറത്തിൽ കഹ്ഫി ഉസിമ മിൻ ഫിത്നത്തി ദജ്ജാൽ. ആരെങ്കിലും സൂറത്തുൽ കഹ്ഫിന്റെ പ്രാരംഭ ഭാഗത്ത് നിന്നുള്ള 10 ആയത്തുകൾ മനഃപ്പാഠമാക്കിയാൽ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നവൻ രക്ഷപ്പെടുന്നതാണ്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് മിൻ ആഖിരിൽ കഹ്ഫി, അൽ കഹ്ഫിന്റെ അവസാനത്തെ 10 ആയത്തുകളെന്നും റിപ്പോർട്ടിലുണ്ട്. എന്തായാലും സൂറത്തുൽ കഹ്ഫ് മനഃപ്പാഠമാക്കൽ ഏറ്റവും ഇതിനൊരു പരിഹാരമാണ്, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നുള്ള ഒരു പരിഹാരമാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു. അതുപോലെ തന്നെ ദിക്റുകളും തഹ്ലീലുകളും തസ്ബീഹുകളും അല്ലാഹുവിലേക്കുള്ള കൂടുതൽ അടുപ്പങ്ങളുമൊക്കെ വർദ്ധിക്കലാണ് ഇവൻ ഫിത്നയിൽ നിന്ന് മോചനം നേടാനുള്ള മാർഗം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവന്റേതായ നാശം എങ്ങനെയാണ്, ഇവനെ ആരാണ് വധിച്ചു കളയുക, അതിന്റെ സാഹചര്യം എന്താണ് എന്നൊക്കെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ്, അന്ത്യനാളിന്റെ ലക്ഷണങ്ങളിൽ അതിന്റെ മുന്നോടിയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചതാണ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത അവസരത്തിൽ വിശദീകരിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഓരോ വാക്കുകളും ഓരോ പ്രവചനങ്ങളും സത്യമായി തന്നെ അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തെ യഥാർത്ഥമായ ഈമാനിക മാർഗത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാനും സർവ്വ ദജ്ജാലുകളുടെയും പ്രചരണങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും രക്ഷ കിട്ടുവാനും സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴും പ്രിയപ്പെട്ടവരെ, ആ ഒരു ദുആയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും പഠനങ്ങളുമാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. റഹ്മുർ-റഹീമീനായ നാഥൻ നമുക്കേവർക്കും ഈമാനികമായ കരുത്ത് പകർന്നുകൊണ്ട് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത
التواب الرحيم واغفر لنا إنك أنت الغفور الرحيم اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.